ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ വിവോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ Y18 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഇതിൽ 6.56 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിന്റെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAhന്റെ ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ വിവോയുടെ ഭാഗത്ത് നിന്ന് 10500 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോൺ കിട്ടുന്നുണ്ട്. 10500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 ലൈറ്റ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ പ്രോസസ്സറിന്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 6300 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 12400 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഞാൻ വിവോ T3 ലൈറ്റിനേക്കാളും ഈ ഒരു ഫോണാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 6000 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ 12400 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 18500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അപ്പം വിവോയുടെ ഒരു 5G ഫോണിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണാണ് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോൺ. എന്തായാലും വിവോ T3 5Gയിൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 7200 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. 5000 mAhന്റെ ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. 18500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 25000 രൂപ പ്രൈസ് റേഞ്ചിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. ഒരു ഫോൺ എന്ന് പറയുന്നത് 25700 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAhന്റെ ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 25700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ 25000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫോണിലോട്ട് വരുമ്പോൾ ഫുൾ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 8 മെഗാ പിക്സലേ വരുന്നുള്ളൂ. പക്ഷേ 5500 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പം 5500 mAhന്റെ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ വിവോ T3 Pro സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വിവോ V30 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 32000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 9200+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAhന്റെ ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 32000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇത് കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറയിൽ ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി വേണമെന്നുണ്ടെങ്കിൽ 31600 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V29 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്. പക്ഷേ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 50+12+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഇതിൽ മീഡിയാടെക് Dimensity 8200 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 4600 mAhന്റെ ബാറ്ററി വരുന്നുള്ളൂ. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 31600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 42000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V40 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. മീഡിയാടെക് Dimensity 9200+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്.
പിന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 42,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വളരെ മികച്ച ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോ X100 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9300 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള മികച്ച ഒരു ഫോണാണ്. പിന്നെ 5000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 64,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. ഇനി ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X100 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിലും 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MediaTek Dimensity 9300 എന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിലും വരുന്നത്. വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 5400 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വിവോ X200 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. X200ഉം അതുപോലെ തന്നെ X200 Proയും വേണമെന്നുണ്ടെങ്കിൽ ആ ഫോണുകൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ലോഞ്ച് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് അത്. അതിലും വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് വരുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ അതിലും വെയിറ്റ് ചെയ്യാം. ഇനി ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോയുടെ ഭാഗത്ത് നിന്ന് ഫോൾഡബിൾ ഫോൺസും വരുന്നുണ്ട്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X Fold 3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പം നമുക്ക് ഉള്ളിൽ 8.03 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സറെ കൊടുത്തിട്ടുണ്ട്. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഡിസ്പ്ലേയും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 5700 mAh ബാറ്ററി വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.